വെൽക്കം ടു ഡെക്സിലേ. ആദ്യം നമ്മുടെ സാറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, കാറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അടുത്തതായി നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻമാറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ കാറ്റ് എക്സാം പോലെ തന്നെ അല്ലെങ്കിൽ സാറ്റ് എക്സാം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് മാനേജ്മെന്റ് എക്സാം ആണെന്ന് പറയുന്നത് എൻമാറ്റ് എക്സാം. അപ്പൊ എൻമാറ്റ് എക്സാമിന്റെ എക്സാം പാറ്റേണുകളും അതുപോലെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സും അതിന്റെ എക്സാം ഫീകളും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എൻമാറ്റ് എക്സാം എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു പോകാം. എൻമാറ്റ് എക്സാം എന്ന് പറയുന്നത് കാറ്റ് അതുപോലെ സാറ്റ് പോലെ തന്നെ നാഷണൽ ലെവൽ മാനേജ്മെന്റ് എക്സാം ആണ്. അപ്പോൾ എൻമാറ്റ് എന്ന് പറയുന്നത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ കൗൺസിൽ അഥവാ ജിമാക് ആണ് എൻമാറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ CBT ഫോർമാറ്റിലാണ് എക്സാം ഉള്ളത്. നമ്മുടെ കാറ്റും അതുപോലെ സാറ്റ് എക്സാം ഒക്കെ എങ്ങനെയാണോ എക്സാമിന്റെ ഫോർമാറ്റിൽ അതിന്റെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് എൻമാറ്റിന്റെ മോഡ് ഓഫ് എക്സാമും പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം വിൻഡോ എന്ന് പറയുന്നത്, അതായത് എക്സാം വിൻഡോ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് എക്സാം എഴുതാനുള്ള ടൈം പീരീഡ്, അത് നവംബർ മുതൽ ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സാം വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് അലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര സമയം നമുക്കിത് എത്ര തവണ എത്ര മൾട്ടിപ്പിൾ ടൈംസ് നമുക്കിത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു എക്സാം 3 ടൈംസ് ഒരു ടെസ്റ്റിംഗ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് എക്സാമിന്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിന്റെ സമയത്ത് 3 തവണ ഈ എക്സാം എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സം യൂണിവേഴ്സിറ്റി ഇൻ സൗത്ത് ആഫ്രിക്ക, നൈജീരിയ ആൻഡ് ഫിലിപ്പീൻസ് ഇന്റർനാഷണൽ ലെവലിൽ എന്താണ് എൻമാറ്റിന്റെ സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതായത് ഇപ്പോൾ കാറ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലത്തെ സാറ്റ് എക്സാമിലാണെങ്കിലും എന്താണ് എൻമാറ്റിന് നെഗറ്റീവ് മാർക്കുകളുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. എൻമാറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ നെഗറ്റീവ് സ്കോർ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ സെക്ഷണൽ ടൈമിംഗ്, അതായത് നമുക്ക് കാറ്റിലുണ്ട് ഓരോ എക്സാമിന് 40 മിനിറ്റ് ഇവിടെ എന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഓക്കെ, വൺസ് എ സെക്ഷൻ എൻഡ് യു കാൻ ഗോ ബാക്ക്. നിങ്ങൾ ആ സെക്ഷണൽ ടൈം പെർട്ടിക്കുലർ ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഗോ ബാക്ക് അവിടെ എന്തല്ല പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, എക്സാമുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എക്സാമിന് നമ്മൾ സോൾവ് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ടൈം മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇതിന്റെ സെക്ഷൻസ് ഏതൊക്കെയാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഇതിന്റെ ടൈം എത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞു സെക്ഷണൽ ടൈം ഉണ്ട് എന്നുള്ളത്, അത് എത്രയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കുള്ളത് സെക്ഷണൽ 3 സെക്ഷനാണുള്ളത്. 1 ലാംഗ്വേജ് സ്കില്ല്, 2 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്കില്ല്, 3 ലോജിക്കൽ റീസണിങ്. ഇതാണ് 3 സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ആണ്, വൊക്കാബുലറിയും റീഡിങ് കോംപ്രഹൻഷനും അതുപോലെ തന്നെ ഗ്രാമർ ഒക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ലാംഗ്വേജ് സ്കില്ല് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ല് എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് 36 ക്വസ്റ്റ്യൻ 36 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തുള്ളത്, 36 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമുക്ക് ലാംഗ്വേജ് സ്കില്ലിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ടൈം എന്ന് പറയുന്നത് വെറും 28 മിനിറ്റ് ആണ്. വെറും 28 മിനിറ്റ് മാത്രമാണ് ലാംഗ്വേജ് സ്കില്ലിനുള്ളത്. അപ്പോൾ ഈ 28 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാംഗ്വേജ് സ്കില്ലിലോട്ട് വീണ്ടും ഒരു ഗോ ബാക്ക് പോസിബിൾ അല്ല. അപ്പൊ ആ 28 മിനിറ്റിന് മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 36 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് സ്കില്ലിൽ എന്താണ്, നമ്മൾ കാറ്റിൽ പഠിക്കുന്ന അരിത്തമെറ്റിക്കും ഓൾജിബ്രയും അതുപോലെ മോഡേൺ മാത്സും ജിയോമെട്രി പോലെയുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ എൻമാറ്റിനും വരുന്നത്. ഇവിടെ നമുക്കുള്ളത് 36 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 36 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് എന്തുള്ളത് ഉള്ളത്. അതുപോലെ ഇവിടെയുള്ള ടൈം എന്ന് പറയുന്നത് 52 മിനിറ്റ് ആണ്. നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിൽ പറഞ്ഞത് വെറും 28 മിനിറ്റ് ആണ്. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് സ്കില്ലിലോട്ട് വരുമ്പോൾ 52 മിനിറ്റ് നമുക്ക് എന്താണ് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി ലോജിക്കൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ കാറ്റിൽ പഠിക്കുന്ന ലോജിക്കൽ റീസണിങ്ങിന്റെ പോർഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നമ്മുടെ അറേഞ്ച്മെന്റ്സും പസിൽസും ബ്ലഡ് റിലേഷനും പോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ ഉള്ളത്. ഇവിടെ എന്താണ് 36 ക്വസ്റ്റ്യൻ, അതായത് ഓരോ സെക്ഷനിൽ നിന്നും 36 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സെക്ഷനിൽ നിന്നുള്ളത്. അതിന് നമുക്ക് ഇവിടെ ഉള്ള ടൈം എന്ന് പറയുന്നത്, അതായത് ലോജിക്കൽ റീസണിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ കാറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് എൻമാറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്താണ് എൻമാറ്റ് അറ്റൻഡും ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ടോട്ടൽ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 108
ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 108 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിന് 120 മിനിറ്റ് 2 ഹവേഴ്സ് നമുക്ക് എന്താണ് എക്സാമിനുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നോ നെഗറ്റീവ് മാർക്കാ, നോ നെഗറ്റീവ് മാർക്ക്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം ധൈര്യമായിട്ട് അല്ലേ. നമുക്ക് ടെൻഷനൊന്നും ഇല്ല, നമ്മുടെ ആൻസർ ചെയ്തിട്ടുള്ള മാർക്ക് കുറഞ്ഞു പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഉള്ളത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് 1 ഓഗസ്റ്റ്. ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷൻ ടൈം എന്താണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ഇന്ന് അല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും നമ്മുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. കാരണം ലേറ്റ് ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ സൈറ്റ് ഹാങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എൻഡ് എന്ന് പറയുന്നത് 14th ഒക്ടോബർ വരെ നമുക്ക് ടൈം ഉണ്ട്. പക്ഷെ അതുവരെ നമ്മൾ കാത്തു നിൽക്കേണ്ട, മാക്സിമം എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇനി എക്സാം ഡെലിവറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ന് മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് വരെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. 5th ഒക്ടോബർ മുതൽ 19th ഡിസംബർ വരെ എന്താണ് നിങ്ങൾക്ക് എക്സാമിന്റെ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് 3 ടൈംസ് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. ഓക്കെ, ഇനി ഇതിലുള്ള ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ 3 ടൈം ഇതിൽ നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ എഴുതി ഒരു 120 സ്കോർ ചെയ്തു. സെക്കൻഡ് ടൈം നിങ്ങൾ എഴുതി ഒരു 260 സ്കോർ ചെയ്തു. തേർഡ് ടൈം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു, ഒരു 180 ആണ് നിങ്ങൾ സ്കോർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഈ 260യുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം ഫീസ് നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് 3000 ആണ്. ഓക്കെ, 3000 രൂപയാണ് എക്സാം ഫീ ആയിട്ട് വരുന്നത്. പ്ലസ് അഡീഷണൽ ആയിട്ട് നമ്മുടെ ടാക്സ് ചാർജുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് റീടേക്ക്, അതായത് നിങ്ങൾ ഫസ്റ്റ് എക്സാം എഴുതി സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്പോഴും എന്ത് ചെയ്യണം, 3000 റുപ്പീസ് എന്ത് ചെയ്യണം, പേ ചെയ്യണം. അതിന്റെ കൂടെ ടാക്സും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അഡീഷണൽ സ്കോർ കാർഡ് റിപ്പോർട്ട് 400 പെർ സ്കോർ റിപ്പോർട്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു സ്കോർ കാർഡ് കിട്ടി, അത് നിങ്ങൾ എന്ത് ചെയ്തു, 5 കോളേജുകൾ അപ്ലൈ ചെയ്തു. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ കോളേജുകൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 400 റുപ്പീസ് എന്ത് ചെയ്യണം, അഡീഷണൽ പേയ്മെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തു, ഒരു ടൈം പീരീഡും ഒരു ഡേറ്റും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നവംബർ മുതൽ ഡിസംബറിന്റെ ഇടയിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് അത് റീഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് 1200 റുപ്പീസ് എന്ത് ചെയ്യണം, നിങ്ങൾ പേയ്മെന്റും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം തന്നെ ഒരു ഡേറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്നാണോ ഓക്കെ ആയിട്ടുള്ള ഡേറ്റും അതുപോലെ ടൈമും ഫിക്സ് ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. വീണ്ടും ഒരു റീചാൻസ് എടുക്കാതെ ഇരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്തതാ. ഈ സിലബസ് ഡിസ്കസ് ചെയ്ത ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാറ്റിന്റെ സിലബസും ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എഡെക്സി ലേണിംഗിന്റെ കൂടെ നമ്മുടെ മാസ്റ്റർ കാറ്റ് 2.0 എന്ന് പറയുന്ന സെക്കൻഡ് ബാച്ചിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക. അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ബാച്ചുമായി റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ സി യു ലേറ്റർ.